ഹലോ ഗൈസ്, കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനും മോനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവന് ഒരാഴ്ചത്തെ പനിയായിരുന്നു. പനി പെട്ടെന്നാണ് വരുന്നത്. പിന്നെ പല തവണ മരുന്ന് കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല. വീണ്ടും അതിങ്ങനെ കൂടിക്കൂടി നിൽക്കും. അങ്ങനെ ജലദോഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കൊച്ചിന് പനിക്കുന്നുണ്ട്. മരുന്ന് കൊടുത്തു കഴിയുമ്പം കുറച്ച് കുറയും. വീണ്ടും അതേ അവസ്ഥ തന്നെ. അവനിങ്ങനെ വയ്യാതെ എൻ്റെ തോളത്ത് കിടക്കുവാണ്. ഞാൻ ബെസലിസ് ഹോസ്പിറ്റലിലാണുള്ളത്. ഒരാഴ്ചയായിട്ട് മോന് അസ്വസ്ഥതയും അങ്ങനെ വന്നപ്പം അഡ്മിറ്റാക്കാൻ പറഞ്ഞു. കുറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശുപത്രിവാസത്തിലാണിപ്പോൾ നിലവിലുള്ളത്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കടുത്ത വേനലാണ്. അതുപോലെ തന്നെ ചൂട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പം കുട്ടികളിലുണ്ടാവുന്ന പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ് കടന്നു പോകാൻ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാവരും പിള്ളേർക്കൊക്കെ നല്ലോണം വെള്ളം കൊടുക്കണം. ഇപ്പം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവന് എന്തോ ഒരു കുറയുന്നില്ല. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബെസലിസ് ഹോസ്പിറ്റലിൽ അവനെ കൊണ്ട് വീണ്ടും ഒരു 1.5 വയസ്സായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവന് ന്യൂമോണിയയുടെ തുടക്കം വന്നിട്ട് 3-4 ദിവസം ഇവിടെ തന്നെ ഞങ്ങൾ അഡ്മിറ്റായിരുന്നു. വീണ്ടും ഇപ്പം 2.5 വയസ്സ് കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഇങ്ങനെ അഡ്മിറ്റായി. കണ്ടോ, ഇരിക്കുവാണ്. ആശാന് നല്ല ക്ഷീണമുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂട് തന്നെ, സഹിക്കാൻ പറ്റാത്ത പോലെ. അതിൻ്റെ അതായ ക്ഷീണമുണ്ട്. പിന്നെ അവന് പനിയുടെ ഒരു ഇതുകൂടെ ആയിട്ട് അവൻ കിടന്ന് നല്ല ഉറക്കമാണിപ്പം. ഹയർ റേഞ്ചിലെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രമാത്രം ചൂടാണ്. പക്ഷേ എന്താ ചെയ്യുക, അവിടെ നല്ല ഹോസ്പിറ്റൽ നമുക്കവിടെ അടുത്തില്ലാത്തതുകൊണ്ട് ഇവന് എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിവിടുത്തെ കാലാവസ്ഥയായിട്ട് ഒട്ടും യോജിച്ച് പോകാൻ പറ്റില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അവിടെയും നമുക്കവിടെ ചൂടാണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര ചൂടാണ്. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കഴിവതും നന്നായി വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കുക, വെയിൽ കൊള്ളാതെ നടക്കുക. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് സഹിക്കാവുന്നതിനപ്പുറമാണ്, അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ആശുപത്രിവാസത്തിലിരിക്കുകയാണ്. അതറിയിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, നന്നായിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നന്നായിരിക്കുക.